മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജിനെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ്. വിജിലൻസ് കോടതി തള്ളിയ ഈ ഒരു കേസ് SFI അന്വേഷിക്കുന്നതിനോട് CPM എതിർക്കുമെന്നാണ് P. രാജീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിജിലൻസ് തള്ളിയതായതുകൊണ്ടും നേരെ SFI അന്വേഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഈ കേസ് എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? വ്യത്യാസം വളരെ വ്യക്തമാണ്. വിജിലൻസ് അത് തേച്ചു മാച്ച് കളയും. കേരള പോലീസ് പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണല്ലോ. പിണറായി വിജയൻ്റെ മകളാണ് കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പിണറായി വിജയൻ്റെ ഒരു ടൂൾ, ഉപകരണം മാത്രമാണ് വിജിലൻസ്. അവർക്ക് ആ പരിധിക്കപ്പുറം പോകാൻ തൻ്റെ ഇടമുള്ള ഒരു പോലീസുകാരന് ഇന്നിപ്പോൾ കേരള പോലീസ് ഇല്ല. ഇപ്പം അന്ന് വിജിലൻസ് അത് തള്ളി എന്ന് പറഞ്ഞപ്പോഴേക്കും പാർട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ആഹ്ലാദമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ നടന്നിട്ടില്ല, അതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിലേക്ക് അയക്കാഞ്ഞത് അല്ലെങ്കിൽ അത് തള്ളിയത്, അപ്പോൾ കേസ് ഇനി ഇല്ല എന്നൊക്കെ ഉള്ളൊരു. പക്ഷേ നമ്മുടെ ജനങ്ങൾക്കറിയില്ലല്ലോ, വിജിലൻസ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ളതാണ്. അപ്പൊ ഇനി അന്വേഷണം വന്നാൽ തന്നെ മുഖ്യമന്ത്രിക്ക് വിപരീതമായിട്ട് അവർ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതൃത്വമൊക്കെ തന്നെ ഒരുതരം ഭ്രമകൽപ്പനയിലാണ്. ഭ്രമകൽപ്പന, അതായത് അവർ വിചാരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ്. അതാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വിചാരിച്ചിരിക്കുന്നുണ്ട് ഈ കേരളത്തിൻ്റെ ഈ വിജിലൻസ്, പിണറായി വിജയൻ്റെ ആജ്ഞകൾ ശിരസ വഹിക്കുന്ന പോലീസ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അന്വേഷണ സംഘങ്ങളുടെയും മുകളിലാണ്. ഇതിൽ കവിഞ്ഞൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അല്പത്തരവും അതുപോലെ കൂപമണ്ഡൂക ബുദ്ധിയുമാണ് ഇവർ ഭരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അവരുടെ പല വാക്യങ്ങളിലും ബ്രിട്ടാസിനെ പോലെയുള്ള ആൾക്കാർ വളരെ തെറ്റായ രീതിയിൽ പാർലമെൻറ്റിൽ നടത്തുന്ന ആക്രോശങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കുന്നത് കേരള ഗവൺമെൻറ് എന്തോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ മുകളിലുള്ള ഒരു സംവിധാനമാണെന്ന് സ്വയം ചിന്തിച്ച് വിവശരായിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ വിജിലൻസിന് ഇങ്ങനെ ഒരു കേസിലെ തെളിവുകൾ കണ്ടെത്താനോ അന്വേഷിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. വിജിലൻസ് എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും തട്ടിപ്പ്, വഞ്ചന, കൈക്കൂലി ഇങ്ങനെയുള്ളതുണ്ടല്ലോ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത്, അങ്ങനെയുള്ള കാര്യം. ഇപ്പം കോട്ടയത്ത് തന്നെ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ പെൻഷനെല്ലാം തട്ടിയെടുത്തു, വിജിലൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. എൻ്റെ വീട്ടിലും വന്നു ഒരിക്കൽ വിജിലൻസ്. ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാരനായതുകൊണ്ടല്ല, അവിടെ കോർപ്പറേഷൻ വാർഡ് കൗൺസിൽ ഓഫീസിൽ നികുതി അടയ്ക്കാൻ പോയപ്പോൾ അത് സ്വീകരിക്കാതിരുന്ന ഒരു കാര്യം ഞാൻ പരാതിയായിട്ട് പത്രത്തിൽ വന്നു. അതിനെ തുടർന്ന് വിജിലൻസുകാരവിടെ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ മാത്രമേ അവർക്ക് അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ. ഇവിടെ എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു കമ്പനിയാണ്. മറുവശത്ത് ആരാണ്? ഒരു ഗവൺമെൻറ് ജീവനക്കാരിയാണോ? സ്വകാര്യമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അത് ഏത് ആക്ടിനനുസരിച്ച് വരുന്നതാണ്? കേരളത്തിൻ്റെ ഈ അഴിമതി വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണോ? അല്ല, കമ്പനി ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഇതിൽ ഫ്രോഡ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ED കണ്ടെത്തിയിരുന്നു. ആ ED കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കണ്ടെത്തിയതും നമ്മൾ ഓർക്കണം ഒരു നിമിഷം. അതായത് 1.8 കോടി എന്നാന്ന് പറഞ്ഞ് ഇപ്പോൾ 2.87 കോടി ഉണ്ടെന്ന് ഇപ്പോൾ പുതുതായിട്ടുള്ള കണക്ക് എങ്ങനെ കണ്ടെത്തി? അതായത് നമുക്ക് ആ ഒരു കണക്ക് വിശദമായിട്ട് നമുക്കൊന്ന് പറയാം. കാരണം കമ്പനിയിലെ ഒരു സാമ്പത്തിക വഞ്ചന CMRLലെ ഓഹരി ഉടമകൾക്ക് കിട്ടേണ്ടുന്ന, അതായത് ഒരു വഞ്ചന നടത്തിയ 182 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിലെ ഇപ്പം ഇന്നിപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞതനുസരിച്ച് ഇപ്പം നമ്മൾ ഇപ്പം ഏകദേശം ഒരു 3 ഷെയർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്കൊരു 3 ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ 182 കോടിയുടെ ഒരു വിഹിതം, ഒരു ഷെയർ എനിക്ക് കിട്ടാനുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ഓഹരി ഉടമകൾക്കാണ് ഈ ഇത്രയും കോടി രൂപയുടെ ഒരു വിഹിതം കിട്ടാതെ ഈ ഒരു അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ KSIDCയുടെ ഏകദേശം 13.4% ഷെയർ ഇപ്പോൾ ഹോൾഡിംഗ് നിർത്തിയിരിക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാർക്ക് ഏകദേശം 25 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിൽ കാണുന്നത്. ഇതിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും പങ്കുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള രീതിയിൽ ഈ ഒരു തർക്കവും ഈ ഒരു കേസും വരുന്നത്. ഷോൺ ജോർജ് അതിൻ്റെ മെയിൻ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സാക്ഷിയാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇത് കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു വിജിലൻസ് കോടതി എന്ന് പറയുന്നത് അത് ഒരു അഴിമതി
കണ്ടുപിടിക്കുന്ന കോടതി. ശരിക്കും ഇത് ഈ SFIO എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സാമ്പത്തിക വഞ്ചന അത്തരത്തിലുള്ള സംഗതികളൊക്കെയാണ് കണ്ടുപിടുന്നത്. അപ്പൊ SFIO ആണ് ഇതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പം വീണ ജോർജിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പം CBIയും അല്ലെങ്കിൽ EDയും വീണ്ടും ഒരു പുനരന്വേഷണം, തുടർ അന്വേഷണം വേണമെന്നുള്ളത് കൂടി ഷോൺ ജോർജ് പറയുന്നുണ്ട്. എന്നാൽ ഷോൺ ജോർജ് രണ്ടും കൽപ്പിച്ചുള്ള രീതിയിലാണ് പോക്ക്. എന്തായാലും ഇപ്പം മറ്റുള്ള ജനങ്ങൾക്കൊരു പ്രശ്നം, എങ്ങനെ വീണ വിജയൻ എങ്ങനെ, മുഖ്യമന്ത്രിയുടെ മകൾ എങ്ങനെ ഇതിനകത്ത് ഉൾപ്പെടുന്നു, അത് എങ്ങനെ കമ്പനിയിൽ, സത്യം പറഞ്ഞാൽ ഈ ഒരു CMRL കമ്പനി എന്ന് പറയുന്നത് ഇതിലൂടെ ഒരു ട്രാൻസ്ഫർ പല വ്യക്തികൾക്കായിട്ടുള്ള, പല പ്രമുഖ വ്യക്തികൾക്ക് ആയിട്ടുള്ള ഈ ഒരു വിഹിതങ്ങൾ ഇതിലൂടെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ കള്ളപ്പണങ്ങളാവാം, മോളിൽ നിന്നുള്ള പണങ്ങൾ CMRL വഴിയാകാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇതുവഴി കിട്ടുകയും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. നമുക്ക് ഇന്റർനെറ്റിലൊക്കെ അന്ന് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി, അത്തരത്തിലുള്ള കമ്പനി ഇല്ല. അപ്പൊ ആ കമ്പനിയിലോട്ട് തുകകൾ, അതായത് സാമ്പത്തികം നേടാൻ വേണ്ടി, ഇപ്പൊ എനിക്കൊരു നേട്ടം വേണം, എനിക്കൊരു സാമ്പത്തിക തിരിമറികൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ചുമ്മാ ഒരു കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിലേക്ക് വന്നു ചേരും. ഇതാണ് ശരിക്കും ഇവിടെ പിടിവീണത്. ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയിലോട്ട് വന്നു എന്നുള്ളതാണ് ഈ ഒരു മാസപ്പടി വിവാദമായി. അത് അന്വേഷിക്കാൻ അധികാരം നമ്മുടെ സ്റ്റേറ്റ് വിജിലൻസില്ല. സ്റ്റേറ്റ് വിജിലൻസ് എങ്ങനെയാണോ ഇതിൽ അന്വേഷിക്കുന്നത്? അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കോടി കൊടുത്തു, 1.72 കോടി എന്ന് പറഞ്ഞത്, ഇതുകൊണ്ട് ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും സംസ്ഥാനത്തിന് നഷ്ടം വരുത്തിയിട്ടുണ്ടോ? ഇതാണ് നോക്കുന്നത്. അതാണ് ഈ കനേഡിയൻ കമ്പനിയുടെ അഴിമതി ഇതുവരെ തെളിയാതെ കിടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അല്ല, മുഖ്യമന്ത്രിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും നേട്ടം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് നേരത്തെയുള്ള അഴിമതി കേസിൽ മുഖ്യമന്ത്രി രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കേസിൽ അങ്ങനെയല്ല. കമ്പനി ഇതിൻ്റെ അൺഅക്കൗണ്ട് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കമ്പനിക്ക്. എന്തിന് ഇത് കൊടുത്തു? എക്സാലോജിക്കിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കേസിലേക്ക് പോയത്. കുറ്റപത്രം റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിചാരണയ്ക്ക് വിളിക്കും, വീണ കെയെ വിളിക്കും. വീണ കെയെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാധാനം പറയേണ്ടി വരും. അവർ പറയിക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയൊക്കെ താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏതൊരു അച്ഛനും താങ്ങാൻ പ്രയാസമായിരിക്കും. മാനുഷികമായ വശം കൂടി ഉണ്ട് തീർച്ചയായിട്ടും അത്. പക്ഷേ കാര്യമില്ല, ഇതിനകത്ത് അഴിമതി നടന്നു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ അച്ഛനമ്മമാർ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. പെട്ടിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സ്കൂളിലേക്ക് പോകുന്നത് പെട്ടിയുമായിട്ടാണ്. ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പെട്ടി, അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ഒരു പെട്ടി, അങ്ങനെ പെട്ടികളായിട്ട് പോകുന്നു. അച്ഛനമ്മമാരുമായിട്ട് സമ്പർക്കമില്ലാത്തത് കൊണ്ടാണ് മയക്കുമരുന്നിന് വിധേയമാകുന്നത്. SFIO ഒരു അന്വേഷണം നടത്തുമ്പോൾ CMRLോട്ടും അന്വേഷണം പോകത്തില്ലേ? ഇതങ്ങ് പൂർത്തിയാക്കട്ടെ. ഇങ്ങനെ പോയി കഴിഞ്ഞ് പെട്ടികളായി പോകുന്നതുകൊണ്ടാണ് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽ കുട്ടികൾ വരുന്നത്. മകളുടെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഈ പണം അയച്ചു കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള വളർത്തലാണോ? ഇത് കേസ് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും നമുക്ക് സംശയിക്കണം. അല്ലെങ്കിൽ പിന്നെ SFIക്ക് ഇതിനു വേണ്ടി സമയം കളയാൻ നേരമുണ്ടോ? പ്രൊഫഷണലായിട്ട് അന്വേഷണം അവർ നടത്തി അതിൻ്റെ കൺക്ലൂഷനിലെത്തിയ ശേഷമാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഉത്തരങ്ങൾ വരട്ടെ. നമ്മളിപ്പോഴും ആരോപിക്കുന്നില്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ മകൾ ഇങ്ങനെ അഴിമതി നടത്തിയെന്ന്. പക്ഷേ ചോദ്യങ്ങളിലൂടെ ശരിയായ ഉത്തരങ്ങൾ പുറത്തു വരട്ടെ, അവർ അഗ്നിശുദ്ധരായിട്ട് പുറത്തു വരട്ടെ. അല്ലെങ്കിൽ ഈ കള്ളങ്ങൾ കണ്ടുപിടിക്കപ്പെടട്ടെ. ഇനി ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത്തരം തട്ടിപ്പുകൾ നടത്താതിരിക്കട്ടെ. സാർ, ഞാൻ ചോദിച്ചത് CMRLിലൂടെ ഒരു അന്വേഷണം വരത്തില്ലേ ഈ SFIO? ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഈ ഒരു കമ്പനി CMRL വരും തീർച്ചയായിട്ടും വരും. അതൊരു പാർട്ടിയാണ്, കുറ്റപ്പട്ടികയിലുള്ളതാണ്. അതുപോലെ തന്നെ വീണ വിജയൻ കുറ്റപ്പട്ടികയിലുണ്ട്. ഇനി ഇതുകൂടാതെ മാലിന്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട് 182 കോടിയാണ് മാലിന്യ കരാറുമായിട്ട് ബന്ധപ്പെട്ടത്. ആ 182 കോടിയുടെ ഉണ്ട്. ഇനി ഇതുകൂടാതെ പല ഏജൻസികളും അന്വേഷിക്കേണ്ടതായിട്ട് വരുമെന്നേ. അതിനകത്ത് PV എന്നുള്ള പേരുണ്ട്, PK എന്നുള്ള പേരുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അതെന്തിനായിരുന്നു ഈ പണമിടപാടെന്നുള്ളതിനൂടി ഉത്തരം പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അതുപോലെ പത്രപ്രവർത്തകരുണ്ട്, പത്രസ്ഥാപനങ്ങളുടെ ഉടമകളുണ്ട്.
എന്തിനു വേണ്ടി പണം വാങ്ങിച്ചു എന്ന് അക്കമിട്ട് നിരത്തി പറയേണ്ടി വരുമ്പോൾ മാത്രമല്ല ഈ KMML എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്ഥാപനമാണ്. അപ്പം ഈ ധാതു നിക്ഷേപങ്ങളൊക്കെ നമുക്ക് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം നമ്മൾ അതിലോട്ടൊക്കെ എനിക്ക് അധികം ഇതിനെപ്പറ്റി CMRL ആണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, അല്ല KMML എന്ന് പറഞ്ഞ കേന്ദ്ര ഏജൻസിയാണ്. അപ്പൊ ഇവര് ഈ റോ മെറ്റീരിയൽസ് ആണ് ഈ CMRL കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ധാതു നിക്ഷേപം കേരളത്തിൽ ഇത്രമാത്രം ധാതു നിക്ഷേപം ഉണ്ടെന്ന് ആർക്കും അറിയാം. തോറിയം പോലുള്ള ധാതു പ്രോഡക്റ്റുകൾ നമ്മുടെ കേരളത്തിന്റെ കൊല്ലം ആ ഒരു അപ്പം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പെട്രോളിയം ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ധാതു നിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കിലോയ്ക്കൊക്കെ എത്രയോ കോടി രൂപയാണ് വില. അപ്പം ഇത്ര ഒരു ധാതു നിക്ഷേപം കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണെങ്കിൽ ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇത് CMRL-നാണ് കൊടുക്കുന്നത്. അവിടെയും കുറെ തിരിമറികളും ഈ പറഞ്ഞതുള്ള സാമ്പത്തിക ഇടപാടുകളും ഒക്കെ വരുന്നുണ്ട്. കാരണം പലർക്കായിട്ട് ഇവർ വീതം വെച്ച് വേണമല്ലോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പല ഈ പ്രോഡക്റ്റുകൾ പല കമ്പനികളാണല്ലോ വാങ്ങിക്കുന്നത്. ഈ പറഞ്ഞതുപോലുള്ള എന്താ പറയുക ആറ്റം ബോംബ് വരെ തോറിയം ഉൽപ്പന്നങ്ങൾ. അതായത് ഒരു പക്ഷെ കേരളത്തിൽ ഇത്രയും നിക്ഷേപം ഉണ്ടെന്നുള്ള സമ്പുഷ്ട യുറേനിയം നിർമ്മിക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് നമുക്ക് അവിടെ കരിമണലിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു അന്വേഷണം വരുമ്പോൾ വീണ്ടും കേന്ദ്രത്തിലോട്ട് ഇത് കിടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കേന്ദ്രം വീണ്ടും ഒരു കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ രാജ്യത്തിന് ഇത്രത്തോളമുള്ള ഒരു ധാതു നിക്ഷേപത്തിൽ വരുന്ന കൈകടത്തലുകൾ അഴിമതികൾ വളരെ സീരിയസ് ആണ്. സീരിയസ് ഫ്രോഡ് എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം സീരിയസ് ആണ്, വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതുമാണ്. അല്ലാതെ വേറെ നേരത്തെ കനേഡിയൻ കമ്പനിയുമായിട്ട് നടത്തിയതുപോലെ അല്ലിത്. ഇപ്പം വിജിലൻസിൻ്റെ പരിധി അവർ കൈയൊഴിയാൻ കാരണം ഇതുകൊണ്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും ബെനിഫിറ്റ് കമ്പനിക്ക് കൊടുത്തതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കമ്പനി അതല്ല, കമ്പനി നിയമപ്രകാരം ഇതൊരു ഫ്രോഡാണ് നടത്തിയിരിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം.